സ്ക്വിഡ് ഗെയിമിന്റെ ഫൈനൽ സീസൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ശരിക്കും കണ്ണീച്ചോരില്ലാത്തവന്മാരാണ്. നമ്മളെല്ലാവരും ഒരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ചിരുന്നപ്പോ ഇവന്മാര് ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു എൻഡിങ് ആണ് നമുക്ക് തന്നത്. അത് കണ്ട് ബാക്കിയുള്ള ഒരു 2-3 ദിവസം കരഞ്ഞട്ടെങ്ങേറായി ഇല്ലാണ്ടായി പോയി. സീസൺ 3യുടെ എൻഡിങ്ങില് ഇവര് സ്ക്വിഡ് ഗെയിമിന്റെ മറ്റൊരു വേർഷനും ടീസ് ചെയ്ത് കാണിച്ചിരുന്നു. അതിനെല്ലാം കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട, സ്പോയിലർ അലേർട്ട്. പ്ലെയേഴ്സിനെ മൊത്തം ബ്രെയിൻ വാഷ് ചെയ്ത് സ്ക്വിഡ് ഗെയിമിൽ നിന്ന് പിന്തിരിപ്പിച്ച് സ്ക്വിഡ് ഗെയിം മൊത്തം നശിപ്പിച്ച് എല്ലാരെയും രക്ഷിക്കണം എന്നും പറഞ്ഞു വന്ന നമ്മുടെ ഗീഹുൻ ഒരു 2 ഗെയിം അങ്ങോട്ട് കഴിയുമ്പോൾ ഗീഹുന്റെ മൈൻഡ് മാറി തുടങ്ങും. അതായത് ആൾക്കാർ ചത്താലും കുഴപ്പമില്ല, കുറെ പൈസ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ കുറെ പേര് വോട്ട് ചെയ്യുമ്പോൾ ഗെയിമിനോട് താല്പര്യം ഇല്ലാത്തവരെ മാത്രം രക്ഷിച്ചാൽ മതി എന്നാവും നമ്മുടെ ഗീഹുന്റെ മൈൻഡ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വെടികൊണ്ട് ചത്തത് ദിവൻ കാരണമാണെന്നും പറഞ്ഞ് ഗീഹുന് ഇവനെടുത്തിട്ട് ഭിത്തിയിലടിക്കാൻ തോന്നും. അതിനായിട്ടൊരു അവസരം നമ്മുടെ ഗീഹുൻ നോക്കിയിരിക്കുമ്പോഴാണ് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം വരുന്നത്. ആ ഒരു ഗെയിമിൽ നമ്മുടെ ഗീഹുൻ തെരഞ്ഞു പിടിച്ച് നടക്കായിരിക്കുള്ളൂ അവനെ തീർക്കാനായിട്ട്. ഇനി സീസൺ 3യിലെ ഏറ്റവും വലിയ പരമ ചെറ്റാരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, ഇവൻ. സത്യം. കാരണം അമ്മാതിരി ചറ്റത്തരമാണ് ഇവന്റെ കയ്യിൽ. പ്രത്യേകിച്ച് അവസാനത്തെ എപ്പിസോഡിലൊക്കെ ഏറ്റവും വലിയ കൂതറയായ ഇങ്ങനേക്കാളും ദേഷ്യം നമുക്ക് ഇവനോട് തോന്നും. കാരണം പണത്തിന് വേണ്ടി സ്വന്തം കൊച്ചിനവനെ കൊല്ലാൻ നോക്കിയ അപരാധിയാണ് ഇവൻ. ശരിക്കും പറഞ്ഞാൽ ഇവനാണ് സീസൺ 3യിലെ വില്ലൻ. കൊച്ചിനെ രക്ഷിച്ചോണ്ട് ഗെയിം ജയിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് മാൻ ഗീഹുന് ഒരു ഹെൽപ്പ് ചെയ്യും. ഒരു കത്തി അങ്ങനെ എടുത്തു കൊടുക്കും. കാരണം ഇതേ സിറ്റുവേഷനിൽ നമ്മുടെ ഫ്രണ്ട് മാന് സ്ക്വിഡ് ഗെയിം കണ്ടുപിടിച്ച പ്ലെയർ 1 നമ്മുടെ വയസ്സൻ താത്തില്ലേ, അങ്ങേര് ഒരു കത്തി കൊടുത്തിട്ട് ഉറങ്ങിക്കിടക്കുമ്പോ തന്നെ എല്ലാത്തിനും തീർത്തേക്കാൻ പറയും. ഫ്രണ്ട് മാൻ ആണെങ്കിൽ ചത്തോന്ന് പേടിച്ച് എല്ലാത്തിനും കൊന്ന് ഗെയിമും ജയിക്കും. ശരിക്കും ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ഫ്രണ്ട് മാൻ തീരെ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളായി മാറി. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളൊരു മൂഡായി. പക്ഷെ നമ്മുടെ ഗീഹുൻ അങ്ങനെയല്ല. ആദ്യം ഗീഹുൻ അവരെ കൊല്ലാനൊക്കെ നോക്കുമെങ്കിലും മനസാക്ഷി അതിന് സമ്മതിക്കില്ല. ആ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ഗീഹുൻ പിന്തിരിയുമ്പോൾ ഫ്രണ്ട് മാന് മനസ്സിലാവും പണ്ട് താനൊരു പരമ ചെറ്റയാർന്നെന്ന്. ഇനി പുതുതായിട്ട് വന്ന ആ VIPs എല്ലാവരും അവന്മാർക്ക് തോന്നണ പോലെയായിരുന്നു ഗെയിമിന്റെ റൂൾസ് മാറ്റിക്കൊണ്ടിരുന്നത്. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ആ കൊച്ചിനൊക്കെ പിടിച്ച് പ്ലെയറാക്കി കടയാടികൾ. ഇവന്മാരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വയസ്സൻ താത്ത ഡീസന്റ് ആയിട്ടാണ് സ്ക്വിഡ് ഗെയിം നടത്തിക്കൊണ്ടു പോയിരുന്നത്. ആൾക്കാർ ചത്താലും ഇടക്ക് കയറി ഗെയിമിന്റെ റൂൾസ് ഒന്നും അങ്ങേര് മാറ്റിയിട്ടില്ല. ഇതിന്റെ ക്ലൈമാക്സിൽ ഇവൻ ചാവുമ്പോ ആ ബട്ടൺ പ്രസ് ആക്കിയിട്ടുണ്ടാവൂല. അങ്ങനെ ആർന്നെങ്കിൽ നമ്മുടെ ഗീഹുൻ ഇപ്പോ ഗെയിമും ജയിച്ച് ആ കൊച്ചിനെ കൊണ്ട് കുടുംബത്തിരുന്നാണ്. അറ്റ്ലീസ്റ്റ് ആ കൊച്ചിന്റെ കൈ കൊണ്ടെങ്കിലും ബട്ടൺ പ്രസ് ആവുന്ന രീതിയിൽ ഇതിന്റെ ഡയറക്ടർക്ക് ഒരു സീൻ വെക്കാറുന്നു. എന്ത് ചെയ്യാനാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്ലൈമാക്സിൽ ഗീഹുനും കൊച്ചും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഈ സീരീസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. സോ ഇതിന്റെ അവസാനം നമ്മുടെ ഗീഹുൻ മരിച്ചതായി കാണിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻഡിങ്ങില് ദ്വീപ് മൊത്തം പൊട്ടിത്തെറിച്ച് നാശായെങ്കിലും നമ്മുടെ VIPsന് പുതിയൊരു ദ്വീപില് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. കാരണം അതില് വിന്നേഴ്സിന് തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഇവന്മാര് പ്രൈസ് ആയിട്ട് കൊടുക്കണത്. അപ്പൊ തന്നെ ഊഹിക്കാലോ VIPsന് ഇതൊക്കെ പൂപറിക്കണ പോലത്തെ നിസ്സാരമായിട്ടൊരു കാര്യമാണ്. ഗീഹുൻ മരിച്ചതുകൊണ്ട് അത് സ്ക്വിഡ് ഗെയിമിനെ ഒരു രീതിയിലും ബാധിക്കില്ല. എന്നാൽ അത് ബാധിച്ചത് നമ്മുടെ ഫ്രണ്ട് മാനാണ്. അങ്ങേര് ചിലപ്പോ കുറ്റബോധം തോന്നി നല്ലൊരു മനുഷ്യനാവാനും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സ്ക്വിഡ് ഗെയിമില് ഗീഹുന് ജയിച്ചു കിട്ടിയ പൈസ മൊത്തം ഫ്രണ്ട് മാൻ ഗീഹുന്റെ മകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. കാരണം അത് കണ്ണീ കണ്ടോമാരൊന്നും അടിച്ചു മാറ്റാതിരിക്കാൻ. ഇവളാണെങ്കിൽ സ്വന്തം മോള് മരിച്ചെന്നും പറഞ്ഞ് സ്വയം ചാവാനിരിക്കണ നേരത്താണ് ഗീഹുൻ സ്വന്തം ജീവൻ നൽകി ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ ഇവള് വിചാരിക്കും ഒരു കൊച്ചിന് വേണ്ടി ഇവൻ ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാനെന്തിന് ചത്തൊടുങ്ങണമെന്ന്. തന്റെ മകള് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കരുതി അവള് മകളെ അന്വേഷിക്കാൻ പോകും. സോ നമ്മുടെ ഗീഹുൻ കാരണം ഫ്രണ്ട് മാൻ മാത്രമല്ല ഇവളും മാറി. ഫ്രണ്ട് മാൻ അവസാനം അമേരിക്കയിലോട്ട് വന്ന് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ കൊറിയൻ സ്ക്വിഡ് ഗെയിമിലെ റിക്രൂട്ടറെ പോലെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ലേഡി ഒരാളായിട്ട് കരണക്കുറ്റി കാടിച്ച് കളിക്കുന്നത് കാണും. ഫ്രണ്ട് മാൻ അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മറ്റേ പരിപാടി തന്നെയാണെന്ന്. ഫ്രണ്ട് മാൻ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളും ഫ്രണ്ട് മാൻ നോക്കും. അങ്ങനെ കണ്ണും കണ്ണും തമ്മിൽ ഉടക്കും. ഫ്രണ്ട് മാൻ അമേരിക്കയിലെത്തിയ സ്ഥിതിക്ക് എന്തായാലും അവിടുത്തെ സ്ക്വിഡ് ഗെയിമിൽ കയറി സന്ദർശിക്കാതെ അവിടുന്ന് പോകാൻ ചാൻസ് ഇല്ല. ഈ ലേഡി വേറെ ആരല്ല നമ്മുടെ തോർ റാഗ്നറോക്കിലെ ഹെലച്ചേച്ചയായിട്ട് അഭിനയിച്ച അതേ ആക്ട്രസ് തന്നെയാണ്. മിക്കവാറും സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 4 അമേരിക്കയിൽ വെച്ചായിരിക്കും നടക്കുക. അതിന്റെ ഡയറക്ടർ ഡേവിഡ് ഫിഞ്ചർ ഒക്കെയാണെന്നാണ് കരക്കമ്പി. സ്ക്വിഡ് ഗെയിം സീസൺ 3 ഒരിക്കലും സ്ക്വിഡ് ഗെയിമിന്റെ അവസാനമല്ല, അത് നമ്മുടെ ഗീഹുന്റെ മാത്രം അവസാനമാണ്. സീസൺ 1ന്റെ തുടക്കത്തിൽ കുതിരപ്പന്തയം വെച്ച് ബെറ്റിംഗ് ചെയ്തിരുന്ന ഗീഹുൻ സീസൺ 3യുടെ അവസാനം
ഞങ്ങളാരും കുതിരകളല്ല മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യും. സോ ഇനി വരാൻ പോകുന്ന സ്ക്വിഡ് ഗെയിമിന്റെ പുതിയ സീസൺ ഇതിനേക്കാൾ ഗംഭീരമാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി അതിലെങ്ങാനും നമ്മുടെ ഡിറ്റക്റ്റീവ് സീസൺ 2-ലും സീസൺ 3-ലും എവിട്രാ ആ ദ്വീപ് എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന പോലെ സീസൺ 4-ല് അമേരിക്കയിലോട്ട് വന്ന് എവിട്രാ എന്റെ ചേട്ടനെന്നും പറഞ്ഞ് ചേട്ടൻ അന്വേഷിച്ചിറങ്ങുമെന്ന് പറയാനും പറ്റൂല. കാരണം അണ്ണന്റെ മൈൻഡ് എപ്പോഴാണ് മാറണതെന്ന് ആർക്കും പറയാൻ പറ്റൂല.